ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് 2024 മിസ് കേരള വിജയികൾ. ഡിസംബർ ആദ്യവാരം തുടങ്ങിയ വിവിധ ഓഡിഷനുകൾ കടന്നാണ് 300-ലധികം മത്സരാർത്ഥികളിൽ നിന്ന് അഴകും അറിവും ആത്മവിശ്വാസവും നിറഞ്ഞ 3 പേർ വിജയികളായത്. മിസ് കേരളയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എറണാകുളം സ്വദേശി മേഘ ആന്റണിയെയാണ്. കോട്ടയം സ്വദേശി അരുന്ധതിയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. തൃശൂർ സ്വദേശി ഏഞ്ചൽ ബെന്നിയെ സെക്കൻഡ് റണ്ണറപ്പായും തെരഞ്ഞെടുത്തു. മിസ് കേരള മത്സരത്തിലെ വിജയികൾക്കൊപ്പമാണ് നമ്മളിപ്പോഴുള്ളത്. മിസ് കേരളയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എറണാകുളം സ്വദേശി മേഘ ആന്റണിയാണ്. ഫസ്റ്റ് റണ്ണറപ്പായിരിക്കുന്നത് കോട്ടയം സ്വദേശി അരുന്ധതി. സെക്കൻഡ് റണ്ണറപ്പായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശി ഏഞ്ചൽ ബെന്നിയാണ്. ആദ്യം തന്നെ മേഘയോട് ചോദിക്കാം, എന്താണ് തോന്നുന്നത്, അതായത് മിസ് കേരളയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? മിസ് കേരള നമ്മൾക്ക് പെൺകുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഭയങ്കര കണ്ടു വളർന്നൊരു സാധനമാണ് മിസ് കേരള. ആൻഡ് ഐ ഹാവ് വർക്ക്ഡ് റിയലി ഹാർഡ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഇവിടെയാണെങ്കിലും ഗ്രൂമിങ് സെഷൻസിനാണെങ്കിലും നമുക്ക് കുറേ മെൻറ്റേഴ്സും കുറേ സെഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ തന്ന ഓരോ ഇൻപുട്ടാണ് നമ്മളതൊരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഷോക്കേസ് ചെയ്ത് ഷോയിങ് ദം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽസ്. ഐ തിങ്ക് ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ദ ഹാർഡ് വർക്ക് ദാറ്റ് വി ഓൾ പുട്ട് ഇൻ. എന്താണ് തോന്നുന്നത്, അപ്പം എങ്ങനെയായിരുന്നു ഈ മത്സരത്തിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ? ഞങ്ങൾക്ക് ആദ്യം ഒരു 10 days ഗ്രൂമിങ് ഉണ്ടായിരുന്നു. സോ പ്രിയങ്ക മാം ആളായിരുന്നു ഞങ്ങളുടെ ഗ്രൂമർ. കുറച്ച് ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു, പക്ഷേ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജയിക്കുന്നതിലുപരി ഈ 10 days ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ലൈഫ് ലോങ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഫീലിംഗ് സോ ഹാപ്പി, താങ്ക്ഫുൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എന്താണ് പറയാനുള്ളത്? എനിക്കും ഇത് ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. 10 days ഗ്രൂമിങ് കൊണ്ട് ഒരുപാട് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. പിന്നെ വിന്നിങ് വാസ് ജസ്റ്റ് എ ക്രൗൺ, വിന്നിങ് വാസ് ജസ്റ്റ് എ ചെറി ഓൺ ടോപ്പ് ഓഫ് ദ കേക്ക്. ഭയങ്കര ഒരു സന്തോഷമായി. ആൻഡ് ഇറ്റ് വാസ് വെരി അമേസിങ്. എങ്ങനെയാണ്, അതായത് ഇതിൻ്റെ ഒരു വിധി നിർണ്ണയം എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡമായിട്ട് പരിശോധിക്കുന്നത്? മെയിൻ ക്രൈറ്റീരിയ ഈസ് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ. വി ആർ ഓൾ ബ്യൂട്ടിഫുൾ. നമ്മളെല്ലാവരും നമ്മൾ തന്നെ സുന്ദരികളെ ഒന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അത് കൂടാതെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസ് ആണെങ്കിലും നോളജ് ആണെങ്കിലും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളെ തന്നെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് സ്പെസിഫിക് ഡേ. നമ്മുടെ ലക്കും അനുസരിച്ചിരിക്കും. എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഡെഫിനറ്റ്ലി. മിസ് കേരള ആവാൻ ആഗ്രഹിക്കുന്നവരോട് എങ്ങനെ ഒരു മിസ് കേരള ആവാം? ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം കുറേ ഡൗട്ട്സ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അപ്ലൈ ചെയ്യണമെങ്കിൽ പൈസ വേണം, നമുക്ക് ഡ്രസ്സ് സാധനങ്ങളൊക്കെ. ഞാനിവിടെ സത്യം പറഞ്ഞാൽ വന്ന് ഒരു ഒറ്റ ജീൻസും ഒരു 5-6 ടോപ്സ് അതിന് മാറിയിടാം. 10 days ഞാൻ അത് ഇട്ടെ. പക്ഷെ എനിക്കതിലങ്ങനെ വിഷമമൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇത്രയും എത്തി. സോ ഐ വോണ്ട് ടു സീ ദാറ്റ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, എത്രത്തോളം നിങ്ങൾ സുന്ദരിയാണോ, അതൊന്നും മാറ്ററല്ല. ഇവിടെ കോൺഫിഡൻസ് വേണം. നിങ്ങളിവിടെ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് വെച്ച് നിങ്ങളത് ഷെയിംഫുൾ ആവാണ്ട് എനിക്കിതേ ഉള്ളൂ, ഐ എം ഹാപ്പി, ഐ എം കോൺഫിഡൻറ്റ് ആൻഡ് ഐ എം കണ്ടൻറ്റ് വിത്ത് ദാറ്റ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പോയിക്കാം. ഒരു മത്സരത്തിനുപരി ഒരു പരസ്പരമുള്ള സ്നേഹമാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനിയും തുടർന്നുള്ള മത്സരങ്ങളിൽ ഇതുപോലെ വിജയികളായി മിസ് കേരള മാത്രമല്ല മിസ് ഇന്ത്യയായി മാറാനുള്ള അവസരം ഇവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.